നമ്മുടെ ബെഡ്ഷീറ്റിന്റെ വീഡിയോ ആണ്. ഫസ്റ്റ് വരുന്നത് കിങ് സൈസിലുള്ള ഐറ്റം ആണ്. കിങ് സൈസ് എന്ന് പറഞ്ഞാൽ 100-110 ഇതിന്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഡാർക്കർ ഷെയ്ഡിൽ വന്നേക്കുന്ന ഐറ്റം ആട്ടോ. ബ്ലാക്ക് അല്ല, ഒരു ഗ്രേയും ആഷും എല്ലാം മിക്സ് ആയിട്ട്. അപ്പോൾ ഈ ലൈറ്റും ഡാർക്കും ആയിട്ടാട്ടോ ഇതിന്റെ കോമ്പിനേഷൻ വന്നേക്കുന്നത്. ഒരു പ്രത്യേക ഭംഗി കാണാൻ. നോർമലി ലിജോയ്ക്കാണെങ്കിൽ എപ്പോഴും വൈറ്റ് തന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആള് ഇത് കണ്ടപ്പം കൊള്ളാം, ഇതിന്റെ എനിക്കൊരെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനിക്ക് ഈ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആട്ടോ. അതായത് ഡാർക്കർ ഷെയ്ഡാണ്, പെട്ടെന്ന് ചെളിയാവില്ല. ആ ഒരു കൺസേൺ ഉള്ളവർക്കും എടുക്കാം കേട്ടോ. ബോർഡർ വരുന്നത് ആഷ് കളർ. പ്രത്യേകിച്ച് ഈ ഒരു കോമ്പിനേഷനൊക്കെ കറക്റ്റ് ആയതുകൊണ്ടായിരിക്കാം നല്ല വിരിച്ചിടുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു വെറൈറ്റി പാറ്റേണേ. ഇതിൻ്റെ പില്ലോ കവർ 2 സെയിം ഡിസൈൻ തന്നെ. പിന്നെ പ്രൈസ് 890 890. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിന്റ് ആട്ടോ. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ മറ്റേ ക്യൂനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചില ഡിസൈൻസ് ഒക്കെ നമുക്ക് റിപ്പീറ്റ് കിട്ടുന്ന വളരെ കുറച്ചേ ഉള്ളൂ. ചിലതൊക്കെ ഡിസൈൻസ് സെയിം ഓറയിലുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. ഞാൻ പറഞ്ഞു അങ്ങനെ അയച്ച് മേടിച്ചതാ കേട്ടോ. അപ്പം ഇത് ബോർഡർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ കുറച്ച് സ്റ്റാർച്ച് മുക്കിയാൽ വന്നേക്കും. നിങ്ങൾ വാഷ് ചെയ്യുന്നതോറും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പില്ലോ കവർ ഇതാട്ടോ. നല്ല കോമ്പിനേഷനാണ്. കാരണം മൾട്ടി കളർ ആയിട്ടുള്ള കോമ്പിനേഷൻ. ബോർഡർ അടിപൊളിയാട്ടോ. ഇതിൻ്റെ അകത്ത് ലാവണ്ടർ ഷെയ്ഡിലെ ആ ഒരു കളറാണ് ബോർഡറിന് കൊടുത്തേക്കുന്നത്. ഫുൾ വ്യൂ ഇങ്ങനെ വരും. ഇത് കിങ് സൈസ് ആണ്. റേറ്റ് 890 890. ക്യൂൻ സൈസിൽ വരുന്നത് വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് സീ ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഗ്രീനിഷ് ടോൺ ആണ്. പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് പീസാണ്. ഇതാണ് ഇതിൻ്റെ പില്ലോ കവർ വരുന്നത്. ഇടുമ്പോഴത്തേനും നമുക്കൊരു ലുക്ക് കൂടുതൽ തന്നെയാണെങ്കിലും കിട്ടും. എല്ലാ ഐറ്റവും തന്നെ അങ്ങനെ തന്നെയാണ്. ഓരോ പ്രിൻറ്റും ഡിഫറെൻറ്റാണ്. നമുക്കങ്ങനെ സെയിം അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാത്തിൻ്റെ ആ ഒരു പാറ്റേണും കളർ കോമ്പിനേഷനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡറിൽ വരുന്നത് ഒരു ഡാർക്ക് ആഷ് കളർ ആട്ടോ. ഈ ഒരു ഗ്രീൻ ചെറുതായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ആഷ് കളറാണ്. ഇതാണ് പില്ലോ പീസ്. അപ്പോൾ ഇതിന് പ്രൈസ് 790 790. ലാസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതും ഭയങ്കര ഹിറ്റ് ഡിസൈൻ ആട്ടോ. നല്ലൊരു ലീഫിൻ്റെ പാറ്റേൺ, ലാവണ്ടർ കോമ്പിനേഷൻ ആയതുകൊണ്ടാവും അത്രയും നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിന് ലാവണ്ടറും പിന്നെ ഒരു ഗ്രേ ടോണും കൂടെയാണ്. ലീഫ് നല്ല രസമുള്ളൊരു ലീഫ് പാറ്റേൺ. ഇതിൻ്റെ പില്ലോ കവർ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യുന്നതോറും കുറച്ച് സോഫ്റ്റ് ആവും. സ്റ്റാർച്ച് മുക്കി വരുന്ന ഐറ്റംസ് ആണ്. കുറച്ചുകൂടി ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഇടുമ്പോൾ നല്ലതായിട്ട് കിടക്കും. പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടാണല്ലോ എടുത്ത് കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് തേച്ചാലും കുഴപ്പമില്ല. വാഷിംഗ് മെഷീൻ ഇട്ടല്ലേ അലക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും പക്ഷേ ഇട്ട് കഴിയുമ്പോൾ ഓക്കെ ആവും കേട്ടോ. നമുക്ക് ഇട്ട് ഒരു കുറച്ച് നേരമൊക്കെ അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേനും അത് ബാക്ക് ടു നോർമൽ. നമുക്ക് നോർമൽ തന്നെ ആ ഒരു ലുക്ക് തന്നെ കിട്ടും. ഇതിൻ്റെ ഒരു ഗ്രേയും ലാവണ്ടറിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ. ലാവണ്ടറൂടെ വന്നതിൻ്റെ ആയിരിക്കാം അത്രയും ഒരു ഭംഗി കൂടുതൽ. ഒരു ഗ്രേ ടോൺ, ആ സെയിം ഇതിൻ്റെ അകത്ത് ഒരു ഗ്രേ കളറാണ് ബോർഡർ കൊടുത്തേക്കുന്നത്. പില്ലോ കവർ വരുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും കേട്ടോ. ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ കുറേ പേര് എന്നോട് എടുക്കുകയും ചെയ്തു. ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ്, പെട്ടെന്ന് അയച്ചു തരാനൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ നോർമലി ഷിപ്പിംഗ് വരുന്നത്, ഫ്രീ ഷിപ്പിംഗ് വരുമ്പം ഒരു 7 to 8 days ഒക്കെ എടുക്കും കേട്ടോ. എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് DTDC അയക്കുന്നത്. അപ്പോൾ അത് കണക്കൂട്ടി നേരത്തെ ബുക്ക് ചെയ്തു. ഒരു 7 to 8 days എന്ന് പറയുന്നത് നോർമലി അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടാറുണ്ട്. പിന്നെ ഇച്ചിരി അകലെ ഉള്ളതുകൊണ്ട് സ്ഥലത്തേക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊന്ന് കൂട്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ 8 days ഒക്കെ എന്നുള്ളത്. പിന്നെ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ അത് കൂടുതൽ സമയം എടുക്കും കേട്ടോ. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, പുറത്തുള്ളവരാണെങ്കിലും അത്രയും സമയം എന്തുകൊണ്ട് ഒരാഴ്ച കൂടുതൽ എടുക്കുന്നതെന്ന്. അപ്പോൾ അങ്ങോട്ടൊക്കെ വരുമ്പോഴും ഒരു 10 ദിവസം 15 ദിവസമൊക്കെ വരെ എടുക്കാറുണ്ട്. നമ്മൾ ഫ്രീ ഷിപ്പിംഗ് എല്ലാത്തിനും ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.